ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് ID കാർഡ് വേണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ID കാർഡുമായി നിൽക്കുന്നത് ഒരു പൂച്ചയാണ്. ഇതാണ് എൽവുഡ്. ഓസ്ട്രേലിയയിലെ ഒരു ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് സെക്യൂരിറ്റിയായി അറിയപ്പെടുന്ന പൂച്ചയാണ് എൽവുഡ്. പക്ഷേ എങ്ങനെയാണ് ഒരു സാധാരണ പൂച്ചയ്ക്ക് ഒരു ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയായി ജോലി കിട്ടിയത്? അതിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എൽവുഡ് എന്ന പൂച്ച എങ്ങനെ ഹെഡ് ഓഫ് സെക്യൂരിറ്റി ആയി എന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള എപ്പർത്ത് ഹോസ്പിറ്റലിന് സമീപമായിരുന്നു എൽവുഡിൻ്റെ വീട്. ഒരു ദിവസം അവൻ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഗേറ്റിലെത്തി. പിന്നീട് അത് അവൻ്റെ പതിവായി. ദിവസവും ഹോസ്പിറ്റലിൻ്റെ വാതിലിന് സമീപം വന്നിരിക്കുകയും ആളുകളെ നോക്കുകയും ജീവനക്കാരോടൊപ്പം കളിക്കാനും അവരുടെ ടേബിളിൽ കയറിയിരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിക്കുകയും അവരോടൊപ്പം സമയം ചിലവിടുകയൊക്കെ എൽവുഡ് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ എല്ലാവരും ഓർത്ത് വഴിതെറ്റി വന്ന പൂച്ചയായിരിക്കുമെന്ന്. പക്ഷേ പിന്നീട് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ അവൻ വരികയും രോഗികളെ സ്വീകരിക്കുകയും വരുന്ന രോഗികളെ അവൻ സ്വീകരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് എൽവുഡ് എല്ലാവരുടെയും പ്രിയങ്കരനായി മാറി. രോഗികളും സന്ദർശകരും ഒക്കെ അവനോടൊപ്പം ഫോട്ടോ എടുക്കും, അവനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട്, എൽവുഡ് ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് രോഗികൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ ഉള്ള ഭയം പോലും കുറഞ്ഞുവെന്ന്. ഇപ്പോൾ സന്തോഷത്തോടെയാണ് രോഗികളൊക്കെ വരുന്നതെന്ന്. അവിടെയുള്ള ഡോക്ടേഴ്സ്, നഴ്സസൊക്കെ ആണെങ്കിലും അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർ എൽവുഡിൻ്റെ അടുത്ത് വരികയും എൽവുഡിന് ഫുഡ് കൊടുക്കുകയും എൽവുഡിൻ്റെ അടുത്ത് സമയം ചിലവിടുകയൊക്കെ ചെയ്യുമായിരുന്നു. പലരും എൽവുഡിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോയൊക്കെ എടുക്കും. ഫോട്ടോ എടുത്ത് ചിലരൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൽവുഡ് പ്രശസ്തനായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അതായത് 2025 എൽവുഡിനെ കുറച്ച് നാളത്തേക്ക് കാണാതായി. അത് പറയുന്നത് ഇങ്ങനെയാണ്: അവനെ കാണാതായത് ആരോ ഒരാൾ അവനെ ഓൺലൈനിൽ വിൽക്കാനായിട്ട് അങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റൽ ജീവനക്കാരും രോഗികളും എല്ലാം ഒരുപാട് വിഷമിച്ച് ഇവനെ കാണാത്തത് കൊണ്ട്. ഭാഗ്യവശാൽ അവൻ്റെ ശരീരത്ത് മൈക്രോചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈക്രോചിപ്പിൻ്റെ സഹായത്തോടെ അവനെ കണ്ടെത്തി. 2018 ആദ്യമായിട്ട് എൽവുഡ് ഹോസ്പിറ്റലിൽ വരുന്നത്. ആദ്യമൊക്കെ എല്ലാവരും തമാശയായിട്ട് അവനെ സെക്യൂരിറ്റി ക്യാറ്റെന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് അവന് സ്ഥിരമായിട്ട് അവൻ വരാൻ തുടങ്ങുകയും അവൻ ഉത്തരവാദിത്വം അവൻ രോഗികളെ സ്വീകരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെയിലി വരും, കറക്റ്റ് ടൈമിന് വരും, കറക്റ്റ് ടൈം ആകുമ്പോൾ വീട്ടിൽ പോകും. അങ്ങനെ ആയിരുന്നതുകൊണ്ട് അവന് സ്റ്റാഫ് ID കാർഡ് നൽകി. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൽവുഡ് എല്ലാവർക്കും ഓണറി സെക്യൂരിറ്റി ക്യാറ്റായി മാറി. ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ സ്വന്തം വീട്ടിലേക്ക് പോകും. അവൻ്റെ വീട് ഈ എപ്പർത്ത് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ്. എൽവുഡ് റെഡ് ടാബി ഇനത്തിൽപ്പെട്ട പൂച്ചയാണ്. കൃത്യനിഷ്ഠയും ഔദ്യോഗിക ID കാർഡും ഉള്ളതുകൊണ്ടാണ് അവൻ വൈറലായത്. ഇന്ന് എൽവുഡ് ഒരു പൂച്ച മാത്രമല്ല, അനേകർക്ക് സന്തോഷം നൽകിയ ഒരു താരമാണ്. ഗൈസ്, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ സന്തോഷം നൽകുന്നത് വലിയ കാര്യങ്ങളല്ല, ഇതുപോലെയുള്ള ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ ആവാം. എൽവുഡിൻ്റെ ഈ രസകരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ കൂട്ടുകാരെ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്.